ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങനെ ഒരു സെൻറ്റിമെൻ്റ്, ഒരു അനുകമ്പ ഇറാനോട് ഉണ്ടാകുമോ? അതായത് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ ഒരു വികാരം അത് ഉയർന്ന് പൊങ്ങുമോ? അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? അതിലേക്ക് വരുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കണം. എന്തുകൊണ്ടാണ് ഈ അറബ് ലോകം ഇതുപോലുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാത്തത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് വഴങ്ങാത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ വന്നിരുന്നു. ഞാൻ ആ സമയത്ത് ഇടപെടണം വിചാരിച്ചു, പിന്നെ നടന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളത് പറയുമ്പോഴാണ് ഇതിൻ്റെ ഈ ആശയപരമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണല്ലോ സത്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് ഇറാന് നേരിടുന്ന വിഷയത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത്. നമ്മൾ ഈ പ്രോക്സി വാറും നമ്മളുടെ ഹിസ്ബുള്ള, ഹമാസും ഹൂത്തികളും ഇവരെയൊക്കെ ഇളക്കി വിട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഈ മതത്തിൽ തന്നെ ഇവർ കൊണ്ട് നടക്കുന്ന ജൂതവിരുദ്ധതയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെയാണ് ഈ മതം കടന്നു വരുന്നത്. ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ വിഷയം വരുന്നുണ്ട്. എന്നാൽ ഇതേ ആശയം കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ മിക്കവയും. എന്ന് വെച്ചാൽ ഇപ്പോൾ 48 ഇസ്രായേൽ രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ അവർ അറ്റാക്ക് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സൗദിയും ഈ പറയുന്ന ജോർദാനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇതിൽ ഓരോരോ രാജ്യങ്ങളായിട്ട് പിന്നോട്ട് വലിയുന്നതും, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അബ്രഹാം അക്കോർഡ്സിനൊക്കെ ശേഷം നമ്മൾ സൗദി വരെ വന്നെത്തി നിൽക്കുന്ന ഒരു ബന്ധം ഊഷ്മളമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തുന്ന ഒരു വലിയ പ്രോസസ്സാണത്. അപ്പോൾ ഒരുപാട് അറബ് രാഷ്ട്രങ്ങൾക്ക് ഈ ജൂതവിരുദ്ധത മാറ്റിവെച്ച് അതിലൊന്നും കാര്യമില്ല. നമ്മൾ ജീവിക്കേണ്ടത് ആധുനിക ലോകത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഡിപ്ലോമസിയിലൂടെയൊക്കെ തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്ന ഒരു ഘട്ടം വരുമ്പോഴും അതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിടുതൽ വാങ്ങാത്ത ചില ആളുകളുണ്ട്. അവരാണ് ഈ പറയുന്ന കൂട്ടം ആളുകൾ എന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൽ പറയുമ്പോൾ ഈ ഈജിപ്ത് ഈ ബന്ധം ഊഷ്മളമാക്കുന്ന ഘട്ടം വന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ആ സംഘടനയിൽ നിന്നും ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? സമാധാനം ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിലാണ്. എന്ന് പറയുന്ന പോലെ ഓരോ രാഷ്ട്രവും അല്ലെങ്കിൽ ഇപ്പോൾ ഹമാസ് വരുന്നതിന് മുന്നേ യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന സമയത്ത് ജോഹാനസ്ബർഗിൽ നടത്തിയ 93 ഓസ്ലോ അക്കോർഡ്സിന് ശേഷം അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഇടുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവരതിന് ഉത്തരം കൊടുക്കുന്നത് ഇതാണ്: ഇതൊരു ഹുദൈബിയ സന്ധി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ്, ബാക്കി അറബ് രാഷ്ട്രങ്ങളെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹുദൈബിയ സന്ധി നമ്മൾ പറയുന്നത് അവിടെയാണ്. അപ്പോൾ അതൊരു വഞ്ചന തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അതൊരു ഡിപ്ലോമസി അല്ല, അത് പറ്റിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു. പിന്നെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഹമാസ് പിന്നീട് വരികയാണ്. ഈ യാസർ അറാഫത്തിന് തീവ്രത കുറഞ്ഞുപോയി എന്ന പേരിൽ അങ്ങനെ വരുന്ന സമയത്ത് ഹമാസിന്റെ ചാർട്ടറിൽ അവരെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ആ ആർട്ടിക്കിൾ 13 അവരെഴുതി വെച്ചിരിക്കുന്നത്, അതായത് ഈ ചർച്ചയുടെ പരിഹാരം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ പരിഹാരം എന്ന നിലയ്ക്ക് ചർച്ചകൾ കൊണ്ടോ മറ്റേതെങ്കിലും തലത്തിലുള്ള ഇടപെടൽ കൊണ്ടോ ഒന്നും സാധിക്കില്ല. ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്തീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പച്ചയ്ക്ക് എഴുതി വെക്കുകയും അത് അവരുടെ രീതിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഡിപ്ലോമസി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ തെറ്റ് നമുക്കാ പറ്റുന്നത്. അത് ലോകത്ത് എത്ര പേര് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൂട്ടം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയും തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആ പ്രശ്നത്തിന് മറുപടി ആയിക്കൊണ്ട് കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം ഇതാണ് വിഷയം എന്ന് അവർക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ദിസ് ഇസ് എൻ ഐഡിയോളജി ദിസ് ഇസ് എ വാർ ബിറ്റ്വീൻ ഐഡിയോളജീസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഇതൊരു ജോഗ്രഫി സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്, അതിർത്തി തർക്കമാണെന്നൊന്നും അവർ പറഞ്ഞു നിൽക്കുന്നില്ല. സമയം കളയാനില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിലിപ്പോൾ ചോദിച്ച ചോദ്യം, ഇറാൻ അങ്ങനെ ഒരു കൺസെഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകമ്പ എന്ന് പറയുന്നത്, അനുകമ്പ ഈ ജനത അർഹിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയുക. പക്ഷെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഇവർക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വസതിയും അല്ലെങ്കിൽ അതുപോലെ കെട്ടിടങ്ങളും പിന്നെ കുറച്ച് സൈന്യമൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അവരെ ഒരു തീവ്രവാദ സംഘമായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇറാനിയൻ ജനത പോലും വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് സത്യത്തിൽ അവിടുത്തെ ഈ മത ഭരണകൂടം അവിടെ നിന്നിരുന്നത്. പക്ഷെ അപ്പോഴും അവിടുത്തെ എലക്റ്റഡ് ഗവൺമെന്റ് അവിടെ വേറെ തന്നെ ഉണ്ട്. അവരെല്ലാം ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ US പോലും പറയുന്നത് അങ്ങനെയല്ല, അതായത് നിങ്ങളെ നമ്മൾ കൊല്ലുമെന്നോ അല്ലെങ്കിൽ അവരെ താഴെ ഇറക്കുന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മതഭരണകൂടത്തിൻ്റെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത്, ഖൊമേനിയുടെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത്, IRGCയുടെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളെ നമ്മൾ ഇറക്കിയിരിക്കുക. കാരണം ഈ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ല,
അത് ഈ IRGCയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ ഒരു ഖൊമേനി നേതൃത്വം കൊടുക്കുന്ന ആ ഒരു മുല്ലമാരുടെ കൂട്ടമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഭീകരത തന്നെയാണ്. ഇപ്പോൾ അവിടെ ഒരു ക്ലോക്ക് വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൗണ്ട് ഡൗൺ ആണ്. ഇസ്രായേലിന്റെ അന്ത്യം 2040 സംഭവിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടൊരു ക്ലോക്കും വെച്ചുകൊണ്ടൊരു സംഗതി വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാം റൺ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ബാലിസ്റ്റിക് മിസൈൽസിന്റെ പ്രോഗ്രാം റൺ ചെയ്യുക. ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് വരുമ്പോൾ ഇതിൽ പരം ഒരു എന്താ പറയുക വൃത്തികെട്ട സമീപനം വേറെ എന്താ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പാകിസ്ഥാനിലെ ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്ന ആളുകൾ പോലും അവർ വോട്ട് നേടുന്നത് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. കാരണം അങ്ങനെയാണ് അവർക്ക് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വില കിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധത വിറ്റുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ കൂടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട്. അവിടെയാണ് ഇതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഒരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ് പെഹൽവിയെ പോലെയുള്ള ഒരാൾ വന്ന് ജസ്റ്റ് ഒന്ന് നിന്നു കൊടുത്താൽ തന്നെ അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ആളുകൾ അവിടെ ഒന്നും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അത് അത്തരത്തിലുള്ള ചില ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനും കൂടി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അവർ എത്രത്തോളം ഇതിന് മുന്നിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ യുവത അവിടെയുള്ള ആളുകൾ അവർ ലോകം സഞ്ചരിച്ച് പഠനം നടത്തി അതുപോലെ മറ്റു പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു മൊമെന്റ്, അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇറാനിയൻ ജനതയാണ് ഇവിടെ ആ അനുകമ്പ അർഹിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖൊമേനിയോ അവരുടെ കൂടെയുള്ള ഈ ഒരു തീവ്ര മതബോധവും കൊണ്ട് നടക്കുന്ന ഈ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള അനുകമ്പയും അവർ അർഹിക്കുന്നില്ല. അത്തരം ഒരു നിലനിൽപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ളത് അത് ഭീകരത തന്നെയാണ്. അതിനെ ഉന്മൂലനം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്.